നല്ല സാൽമൺ ഫിഷ് ഇരിക്കുന്നുണ്ടോ? നല്ല കിടിലം. രണ്ടാമത്തെ ലെയർ കണ്ടോ എന്ത് വൃത്തിയായിട്ടാണത് അത് നീറ്റാക്കി വെച്ചേക്കുന്നത്. നോക്ക് എന്ത് നീറ്റ്. നോക്കുക, നിങ്ങളുടെ മുന്നിൽ തന്നെ കാണുന്നത് കാർട്ടൂൺ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്ങും ഇത് ഫുജേറയുടെ മീനാണ്. ഫുജേറ കൊണ്ടുവന്ന മീനല്ലേ? ചൂണ്ടല്ല. ആ ഫ്രീസായി സാധനങ്ങളൊക്കെ ഏകദേശം ഒരു സ്മെല്ലും ഇല്ല. നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കുടലൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷാക്കി വെച്ചേക്കുന്ന ആവോലി. ഓക്കെ, മൊത്തം നെയ്മീനാണ്. അതൊന്നും ചീത്തയായിട്ട് ഇതിൻ്റെ പുറത്തെല്ലാം ഐസ് കണ്ടതാണ്. ഇഷ്ടംപോലെ ഐസ് ഉണ്ട്. ഈ ഒരു ഡബ്ബ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്. ഓക്കെ, പിന്നെ ഇത് എടുക്കണമെങ്കിൽ തലേന്ന് എടുത്ത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ചെറിയ ചെമ്മീൻ്റെ പരിപ്പ് മാത്രമായിട്ട് പാക്ക് ചെയ്ത് 1, 2, 3 തട്ടിൽ ഏകദേശം 8.25. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ദുബായിൽ നിന്നിട്ട് ഫ്രഷ് മീനുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മീനുകൾ മോശമായതുകൊണ്ടല്ല കൊണ്ടുവരുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ മോശമായതും നല്ലതും ഒക്കെ മീനുകൾ നാട്ടിലുണ്ടെങ്കിൽ പോലും ദുബായിൽ കുറച്ചും കൂടെ നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള ഫ്രഷ് മീൻ കഴിക്കുവാനുള്ള ഒരു സംവിധാനമാണ് ദുബായിലിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് മീൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേര ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് മീൻ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് എയർപോർട്ടിൽ പോയിട്ട് ഈ സാധനങ്ങളും കൊണ്ടൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് കുറേയേറെ മീനുകൾ വാങ്ങിയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറയാം. DIP 1 നമ്മുടെ ഐക്കോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഫിഷ് സ്റ്റാളുണ്ട്. അപ്പോൾ ആ ഫിഷ് സ്റ്റാളിൽ നിന്നിട്ട് നമുക്ക് യഥേഷ്ടമുള്ള ഇഷ്ടംപോലെ മീൻ ഒരു എത്ര മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ശകലം പോലും വെള്ളം പുറത്ത് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ഈ ഒരു ഫിഷ് വാങ്ങിയതിന് ശേഷം ഞാൻ നാട്ടിൽ ചെന്നിട്ടും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളെ പബ്ലിക്കായിട്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്തത് കാണിച്ചു തരാം. അതിനകത്ത് എന്തെങ്കിലും മീനുകൾ ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായ രീതിയിൽ കണ്ടു നോക്കും. അഷ്റഫായി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുക, എനിക്ക് കുറച്ച് മീൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു. നമ്മുടെ ദേരാദുബയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഇവിടുന്ന് നമുക്ക് നാട്ടിൽ മീൻ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നല്ല ഓപ്ഷൻ ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് ടീമിന് മീൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടാണല്ലേ? അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയെന്ന് അന്ന സമയത്ത് പറഞ്ഞാൽ തെർമോക്കോളിൻ്റെ പാക്കറ്റിനകത്തായിരുന്നു അവരിങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ അങ്ങനെ അതുപോലെ തന്നെയാണോ നമ്മളിവിടെ കൊടുക്കുന്നത്? ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതേമാതിരിയുള്ള ബോക്സിലാണ്. ഇത്തരത്തിലുള്ള ബോക്സ് അല്ലേ? അപ്പോൾ ഇതിനകത്തൊരു എത്ര കിലോ മീൻ നമുക്ക് ഇതിനകത്ത് കൊള്ളും? ഈ ബോക്സിൽ മാക്സിമം ഒരു 3-3.5 കിലോത്തോളം കൊള്ളും. 3-4 കിലോളം. അപ്പോൾ ഇതെങ്ങനെ കൊണ്ട് ഇതിനകത്ത് ഐസ് ഇട്ട് കൊണ്ടുപോകണോ അതോ വേറെ എന്താ ഇതിന് പ്രോസസ്സ് ചെയ്തു? ഇത് ഞങ്ങൾ ഫ്രീസറിൽ വെക്കും. ഓക്കെ, ഫ്രീസറിൽ വെച്ചിട്ട് അതിനെ മെൽറ്റാക്കി അതിനെ കറക്റ്റായിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രീസ് ചെയ്താൽ കൊണ്ടുപോകുന്നല്ലേ? അപ്പോൾ തൂക്കം ഒരുപാട് വലിയ വ്യത്യാസം വരുമോ? അതായത് വ്യത്യാസം വരില്ല. ഐസ് ഒരുപാട് പോലും വരുന്നില്ല. ഐസിൻ്റെ ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം തറക്കാം. നമുക്ക് കുറച്ചേറെ മീൻ കൊണ്ടുപോകണം. പിന്നെ ഞാൻ വേണ്ട മീനുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സാൽമൺ ഫിഷാണ് വേണ്ടത്. ഓക്കെ, നോർവേ സാൽമൺ ഇപ്പോൾ ഇരിക്കുന്നത് ഇതാണ് ഫ്രഷ്. അപ്പോൾ ഭായി നമുക്ക് വേണ്ടത് മീൻ ഇതായിരിക്കുന്നത്. ഇത് കിങ്ഫിഷ് ആണ്. ഓക്കെ, ഇത് വലിയ മീനിൻ്റെ പീസാ അല്ലേ? ഇത് ഫുജേറയുടെ മീനാണ്. ഫുജേറ കൊണ്ടുവന്ന മീൻ അല്ലേ? ചൂണ്ടൊക്കെ പിടിക്കുന്ന മീനാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതിനൊരു 2 കിലോ. ഓക്കെ, ഇത് നമുക്ക് 2 കിലോ എടുക്കണം. വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഞാനൊന്ന് പറയാം. അതനുസരിച്ചിട്ട് അറിയാമല്ലോ. ഇത് 2 കിലോ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം സാൽമൺ അല്ലേ? നോർവേ. ഒന്ന് എടുത്ത് കാണിക്കുക കേട്ടോ, നോക്കട്ടെ. നല്ല സാൽമൺ ഫിഷ് ഇരിക്കുന്നുണ്ടോ? നല്ല കിടിലം സാധനം, കിണ്ണം സാധനം. അപ്പോൾ എനിക്ക് ഇതുവരെ 2 കിലോ വേണം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ മീൻ എന്തായിരുന്നു? നമ്മുടെ വെള്ള ആവോലി ഉണ്ടോ? വെള്ള ആവോലി. ഈ കറുത്താവോലി ഇഷ്ടംപോലെ നാട്ടിലൊക്കെ ഉണ്ട്, എങ്കിലും വെള്ളയാവോലി നമ്മുടെ വെള്ളയാവോലി ഇരിക്കുന്നു. വെള്ളയാവോലി 2 ടൈപ്പിലുണ്ട്, ചെറുതും വലുതും ഉണ്ട്. ചേട്ടാ, നമുക്ക് ഈ വലുത് മതി കേട്ടോ. വലുത് ഒന്നെടുത്തൊന്ന് കാണിക്കും. ഒന്നോട്ട് കണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്കൊരു 2 കിലോ എടുക്കാം അല്ലേ? 2 കിലോ. ഇത് ഏത് എവിടെ നിന്ന് വന്നാൽ? നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാൽ? നാട്ടിൽ നിന്ന് വന്നാൽ അല്ലേ? അപ്പോൾ ഇതും എനിക്ക് 2 കിലോ വേണം. അതുപോലെ തന്നെ വെള്ളക്കോര, വലിയ കോര. ഇത് ഏകദേശം എത്ര കിലോ വേണം ചേട്ടാ? ഇത് ഒരു 800 ഗ്രാം. 1 കിലോയ്ക്ക് അടുത്ത് വരുന്ന മീൻ. അപ്പോൾ ഇതിനകത്തുള്ളതിൽ ഏറ്റവും വലുത് നോക്കിയിട്ട് അറിയാമല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഒരു 2 കിലോ അനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര സൈസ് മീനായി?
നമ്മൾ ഒന്ന് നമുക്ക് കോരയായിട്ടുണ്ട്, അതുപോലെ തന്നെ ചെമ്മീനായിട്ടുണ്ട്, വൈറ്റ് ആവല്, നമ്മുടെ വെള്ള ആവോലി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാൽമൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കിങ് ഫിഷ് അല്ലെങ്കിൽ ഐക്കൂറ. പിന്നെ ഇതെൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ സാധാരണ ഇവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാർ ചോദിക്കാം, ഒരു പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ചേട്ടനോട് ഞാൻ പറയാം, ഇതിനകത്തുള്ളതിൽ ഏറ്റവും വലിയ മത്തി നല്ല ഇത്. അതുപോലെ ഞാൻ ചോദിച്ചോട്ടെ, ഈ മത്തി സാധാരണ ഒമാൻ മത്തി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, അതല്ല അത് ഒമാൻ മത്തിയാണ്? അത് ഒമാൻ മത്തി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഒമാൻ മത്തി വല്ലാതെ ഇറങ്ങണില്ല. ഓക്കെ ഓക്കെ. അത് വലുതാണ്, 1 കിലോയിൽ ഒരു 6 പീസ് 7 പീസൊക്കെ നിൽക്കുള്ളൂ. ഞാൻ നാട്ടിൽ നിന്ന് സമയത്ത് ഒരിക്കലും ഇതൊരു വലിയ, പക്ഷേ അത് അത്രയും നമ്മുടെ ഇവിടെ കിട്ടുന്നത് അത്രയും ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് മറ്റേ ഐസ് ഇട്ടിട്ടല്ലേ, അതുകൊണ്ടല്ലയോ? അപ്പോൾ എന്തായാലും ഈ മീനും ഒട്ടും കുറയ്ക്കണ്ട. ഇത് നമുക്ക് എത്ര കിലോ എടുത്താൽ എനിക്ക് ആ ഒരു ഡബ്ബയ്ക്കകത്ത് ഒരുപാടാവും ഇല്ലയോ? അത് വേറെ ഡബ്ബ, ഇതിൻ്റെ ചെറിയ ഡബ്ബ നമ്മൾ മോളിൽ കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതനുസരിച്ച് അത് ഫില്ല് ചെയ്തു, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ ഇപ്പോൾ എത്ര ഐറ്റം ആയി? ഇപ്പോൾ 1 2 3 4 5 6 ഐറ്റം. 6 ഐറ്റം ഉണ്ട്. അപ്പോൾ ഈ 6 ഐറ്റം സാധനങ്ങൾ ചേട്ടന് ഇതെല്ലാം റെഡിയാക്കി. അതുപോലെ മീനിൻ്റെ കാര്യത്തോടെ ഞാൻ പറയാം, ഇതിപ്പോൾ എങ്ങനെ, ഇത് നമുക്ക് എന്താ പറയുക, ഗ്രില്ലടിക്കാനാണ്. ഏതാ നമ്മുടെ സാൽമൺ നമുക്ക് ഗ്രില്ലടിക്കാനാണ്. ബാക്കി ഫ്രൈക്കും കറിക്കും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിൽ ചേട്ടൻ സ്ലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇത് പാക്ക് ചെയ്ത് തന്നാൽ മതി. ചെമ്മീൻ പിന്നെ അങ്ങനെ കട്ട് ചെയ്തില്ല, അങ്ങനെ വിടുമല്ലേ? അല്ല, അത് അങ്ങനെ വിടാം. അതങ്ങനെ വിടും, ചെയ്തിട്ട് വിടണമെന്നുണ്ടെങ്കിൽ വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അല്ല, ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ നാര് എടുത്തിട്ട് സെറ്റ് ചെയ്ത് വിടാം. അങ്ങനെ എടുത്താൽ മതി. ചേട്ടൻ ഫുൾ എടുക്കണ്ട, അതായത് പുറവശം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നാര് മാത്രം എടുത്ത് വിടത്തില്ല, ആ രീതിയിൽ ചെയ്താൽ മതി. അതാകുമ്പോൾ എനിക്ക് ഗ്രില്ല് അടിക്കണം, ഗ്രില്ലും അടിക്കാം, അല്ലാതെ എടുക്കണമെങ്കിൽ അത് എടുക്കാമല്ലോ. പിന്നെ മത്തി ഇങ്ങനെയല്ലേ ഇവിടത്തുള്ളൂ, ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യാതെ വിടുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി ഇരിക്കുന്ന മീനുകളോടൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഇവിടെ ഇരിക്കുന്ന മീനുകളൊക്കെ. അപ്പോൾ ചേട്ടൻ ബാക്കി ചേട്ടൻ പരിപാടി നോക്കി. ഓക്കെ. നമ്മുടെ ഐക്കോമോളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മീനുകളൊക്കെ ഇരിക്കുന്ന നല്ല ഭീമാകാരമായ മീനുകളായിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ആ ഏരിയയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീറ്റുകളും കാര്യങ്ങളും ഇറച്ചികളും മറ്റു കാര്യങ്ങളും എല്ലാം ആ ഒരു ഏരിയയിൽ. അങ്ങനെ ലാസ്റ്റ് കോർണറിൽ ചോക്ലേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. ഇനി ബാക്കി ഇരിക്കുന്ന മീനുകളോട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ മീനെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോല മീൻ അങ്ങനെ കണ്ടെന്തോ പറയുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ വാള ഇരിപ്പുണ്ട്, ചൂര ഇരിപ്പുണ്ട്. ഇത് ഏത് മീനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് വലിയ ഭീമാകാരമായ വലിയൊരു എന്താ പറയുക, കേരയോ ചൂരയോ ഏതാണ്ടിരിക്കുന്നു. പിന്നെ ഈ സാൽമൺ ഫിഷ്. ചേട്ടാ, ഈ സാൽമൺ ഫിഷ് ഈ സാൽമൺ ഫിഷ് എവിടുത്തെ ചേട്ടാ? ഇത് ഇറാൻ്റെ കേട്ടോ, ഇത് ഇറാൻ്റെ കേട്ടോ. ഈ സാൽമൺ ഫിഷ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഇതും ടേസ്റ്റുള്ള സാധനം നമ്മുടെ ഈ ഇരിക്കുന്നതാണ്, ഇതാണ് ഒറിജിനൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറുത്താവൂലൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സുലഭമാണ്. പിന്നെ ഐക്കൂരയുടെ കുഞ്ഞിരിപ്പുണ്ട്, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ മീനുകൾ. പിന്നെ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, കിളിമീനുണ്ട്, കോല, അങ്ങനെ ഒരുപാട് മീനുകൾ ഇഷ്ടംപോലുണ്ട്. നമ്മുടെ ഇതില്ലല്ലയോ, അമൂറില്ലല്ലയോ? അമൂർ കിട്ടിയില്ല, അമൂർ ഇത് വേണ്ട, ചെറുത് പോരാ. ഈ ഹമൂർ ഇരിപ്പുണ്ട്, ഹമൂർ നല്ല മീനാണ്, പക്ഷേ പിക്കടിക്കാൻ ഏറ്റവും നല്ലതാണ്. പക്ഷേ വലുതായിരുന്നു, നല്ലതായിരുന്നു, ചെറുതാണ്. പിന്നെ അതുപോലെ തന്നെ ഞണ്ടുകൾ. ഇത് നമ്മുടെ വളർത്തു മീനല്ലേ? അപ്പോൾ എന്തായാലും ദുബായിൽ നിന്നിട്ട് സാധനം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ നോക്കുക, നിങ്ങളുടെ മുന്നിൽ തന്നെ കാണുന്നത് കാർട്ടൂൺ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, എങ്ങും പൊട്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നിട്ട് ടാഗ് പോലും അഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സാധനം നമുക്ക് പൊട്ടിക്കാം. നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ പൊട്ടിച്ച് നോക്കാം. എനിക്കറിയില്ല ഇതൊരു പക്ഷേ ചീത്തയായിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിക്കുക. ഇതാ ഇരിക്കുന്ന സാധനങ്ങൾ. ഞാൻ കാര്യം ചെയ്യാം, ഓരോന്നെടുത്ത് ഞാൻ നമ്മുടെ ടേബിളിലോട്ട് വെച്ചിട്ട് കാണിക്കാം. ആദ്യത്തെ സാധനം എന്താണ്? ഈ പാക്കറ്റ്. ഓക്കെ, ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ പാക്കറ്റ്, മൂന്നാമത്തെ പാക്കറ്റ്, ഇത് നാലാമത്തെ പാക്കറ്റ്, ഇത് അഞ്ചാമത്തെ പാക്കറ്റ്. ഇത് ഞാനിവിടെ എന്താ പറയുന്നത്, പഴയ ഒരു ബ്ലാങ്കറ്റാണ്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് തണുത്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോഴേ ഇത് നമുക്ക് റീവാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതാണ്, ഇത് പുതിയതൊന്നുമല്ല. പിന്നെ ഇതിനടിയിലാണ് ബാക്കി സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കാർട്ടൂൺ അങ്ങോട്ടങ്ങ് മാറ്റാം.
അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഏതെങ്കിലും ഒരു മീൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ദേ ഇത് കണ്ട ആ ഫ്രീസായി സാധനങ്ങളൊക്കെ ഏകദേശം ഒന്ന് മെൽറ്റായിട്ടില്ല. അതായത് എന്താ പറയുക, ഐസിൻ്റെ കട്ടിയൊക്കെ നൈസായിട്ടൊന്ന് മാറിയിട്ട് ആണെങ്കിൽ മീൻ കണ്ട. ഇതാണ് നല്ല ഒന്നാന്തരം സാൽമൺ ഫിഷ്. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ദേ നല്ല സാൽമൺ ഫിഷൊക്കെ ദേ കട്ട് ചെയ്ത് വെച്ച് ഇത് 2 കിലോളം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനടിയിൽ 2-3 ലെയറായിട്ട് അവർ വെച്ചേക്കുന്നത്. അതായത് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ ചീത്തയാവാതിരിക്കാനും വേണ്ടി ഇത്രയും വെച്ചിട്ട് ഇതിനടിയിലാണ് അടുത്ത ലെയർ. കണ്ടോ, ആ മീനൊന്നും ചീത്തയാവാതെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടിയിൽ അടുത്ത ലെയറുണ്ട്. അതിനടിയിരിക്കുന്നതാണ് ആവോലി. ഓക്കെ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് 2 ലെയർ മീനാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ സാൽമൺ ഫിഷ് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ വെള്ള ആവോലിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഷെല്ലാം കൂടെ ഇതിലേക്ക് മാറ്റാം. പറക്കി വെക്കാം അല്ലേ, അതാണ് നല്ലത്. ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് കണ്ട് ഒരു സ്മെല്ലും ഇല്ല. നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത്രയും സാൽമൺ ഫിഷ്. എനിക്കൊന്ന് സാൽമൺ ഫിഷ് 2 ഡബ്ബയിലാണെന്ന് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. അതിനുശേഷം രണ്ടാമത് ഇനി ഇരിക്കുന്നത് നമ്മുടെ വൈറ്റ് ആവോലിയാണ് കേട്ടോ. അതിവിടെ വെച്ചാൽ വേസ്റ്റ് അല്ല, ഇവിടെ വെക്ക്. നല്ല വെള്ള ആവോലിയാണ്. നല്ല ഒരു മായമില്ലാത്ത നല്ല വെള്ള ആവോലി കണ്ടോ. അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് കുടൽ കളഞ്ഞിട്ടില്ല. കുടൽ കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൂടെ വലിച്ചെടുത്ത് കളഞ്ഞേക്കുക. ഇതിനകത്തൂടെ ഇതിൻ്റെ കുടലൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ഫ്രഷാക്കി വെച്ചേക്കുന്ന ആവോലി. ഓക്കെ, അതുപോലെ തന്നെ ദാണ്ട് ഈ ഒരു ബോക്സിനകത്ത് മൊത്തം ഈ ഒരു മീനാണ്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് നോക്കാം. അടുത്ത ഇതാണ്. ഇനി അടുത്ത ബോക്സ്. അടുത്ത വീണ്ടും ഇങ്ങോട്ട് വെച്ചേ, ഇവിടെ നോക്ക്. ഈ ജാറിലേക്ക് നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയർ കണ്ടോ. എന്ത് വൃത്തിയായിട്ടാണത് നീറ്റാക്കി വെച്ചേക്കുന്നത് നോക്ക്. എന്ത് നീറ്റാക്കി വെച്ചേക്കുന്നത് നോക്ക് കണ്ടോ. ഇതിനകത്ത് നല്ല നീറ്റായിട്ട് അവർ അത് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. കണ്ടോ മീനിൻ്റെ വലിപ്പം കണ്ടോ, എത്രമാത്രം വലിപ്പമുള്ള മീനാണ് എന്ന് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ ഇനി തൊട്ടടിയിലിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ അയക്കൂറയാണ്. അതായത് നെയ്മീൻ കണ്ടോ. ഈ ഒരു ലെയർ മൊത്തം നെയ്മീനാണ് കണ്ടോ. നോക്ക്, അടിയിലോട്ട് നോക്ക്. മൊത്തം നെയ്മീനാണ്. അതൊന്നും ചീത്തയായിട്ടില്ല. ഇതിൻ്റെ പുറത്തെല്ലാം ഐസ് കണ്ടതാണ്. ഇഷ്ടംപോലെ ഐസുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ചീത്തയായിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം അല്ലേ. ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, ഈ 3 ഐറ്റം മീന്. ഇനിയുള്ളത് ഏതാ? ഇനി ഇതൊന്ന് കാണിച്ചേ. ഇനി അടുത്ത ഐറ്റം നമുക്ക് ഏതെങ്കിലും ചീത്തയായൊന്നും നോക്കണ്ടേ. ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ 3 ഐറ്റം ഓപ്പൺ ചെയ്തതിനകത്തൊന്നും ഡാമേജ് ഇല്ല, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത പാക്കറ്റ്. അടുത്ത പാക്കറ്റിനകത്ത് നല്ല കിടിലം ചെമ്മീൻ കണ്ടോ. ഒരുപാട് വലുതല്ല, ഒരു മീഡിയം ടൈപ്പ്. ഓക്കെ, പിന്നെ ഈ ഒരു ചെമ്മീൻ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു, നമുക്ക് ടിക്ക അടിക്കാനും എന്നാൽ അത്യാവശ്യം നമുക്ക് കറി വെക്കുകയൊക്കെ ചെയ്യാം. ആ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് അവർ കട്ട് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഞരമ്പ് എടുത്ത് കളഞ്ഞ് ഇവിടുത്തെ അഴുക്കും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ടിക്ക അടിക്കുന്നതിന് സാധാരണ ഇങ്ങനെ നമ്മൾ മസാല പുരട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലതിന് കറി വെക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തൊലി എടുത്ത് കളഞ്ഞിട്ട് ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ചെമ്മീൻ, ഇതൊന്നും ഡാമേജ് ആയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എയറിൻ്റെ ആ ഒരു ഇത് വിട്ടത്. ഇപ്പോഴാണ് കണ്ട നല്ല പോത്തൻ മത്തി എന്ന് പോയിട്ടില്ല. അതേ രീതിയിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇളക്കണ്ട, ഇത് അതുപോലെ അടച്ചു വെക്കാം. ഇനി ഒരു കിടിലം ഐറ്റംസ് ഉണ്ട്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ. ഈ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ വലിയ മീനിൻ്റെ മുട്ടയാണ് കണ്ടോ. ഇതാണ് കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടോ. ഇതിനകത്തോട്ട് എവിടോട്ട് കാണിച്ചുകൂടെ. അങ്ങനെ കുറേ ഇതൊക്കെ ഐസായിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളുത്തിരിക്കുന്ന ഇതെല്ലാം ഐസാണ് ഇരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് മീനിൻ്റെ ലിവറാണ് കേട്ടോ. വലിയ മീൻ, എനിക്ക് തോന്നുന്നൊരു 10-15ഓളം kg വലിപ്പമുള്ള വലിയ നമ്മുടെ വേളാപ്പാര അല്ലെങ്കിൽ വലിയ വറ്റയുടെ കരൾ മാത്രമായത് കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ,
നല്ല മീനിൻ്റെ ഇതേത് മീനിൻ്റെ ആണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിൻ്റെ മുട്ടയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിനടിയിൽ തന്നെ കുറേ പനിഞ്ഞിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡബ്ബ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ എൻ്റെ റോളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എന്താ ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ ട്രെയിൽ ഇങ്ങനെ പറക്കിയിട്ടങ്ങ് വെക്കുവാണോ? ഇല്ല, ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത്. അപ്പോൾ ഫുള്ള് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസ് ആയി അങ്ങ് ഇരിക്കും ഇല്ലേ? അപ്പോൾ പിന്നെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ, ചീത്തയാവത്തില്ല. ഓക്കെ, പിന്നെ ഇത് എടുക്കണമെങ്കിൽ തലേന്ന് എടുത്ത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റായിട്ടിരിക്കും. പിന്നെ ഞങ്ങളൊരു വന്ന വഴി ഞങ്ങൾ ലുലുമാളിൽ കയറിയായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറിയ ചെമ്മീൻ്റെ പരിപ്പ് മാത്രമായിട്ട് പാക്ക് ചെയ്യല്ല കുറേ ഉണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ തൂക്കി വാങ്ങിക്കാം. ഇത് എനിക്ക് തോന്നുന്നു 600 ഗ്രാം. ഓക്കെ, 600 ഗ്രാമിന് 354 രൂപ. എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ചെമ്മീനാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് തീയൽ വെക്കാൻ അടിപൊളി സാധനമായത്. അതുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിങ്ങിന് വേണ്ടി വാങ്ങിച്ച സാധനം. ഇത് നമ്മുടെ കരളിൻ്റെ അല്ലല്ലോ, കോഴിയുടെ ഹൃദയം. ഓക്കെ, പിന്നെ ഇതുപോലെ അതിൻ്റെ മാങ്ങാണ്ടി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊരു സംവിധാനം ചെയ്യും. ഇത് രണ്ടും കൂടെ ഇത് മട്ടൻ വരുന്ന വഴിക്ക് ഇച്ചിരി മട്ടൻ വാങ്ങിച്ചതാ. മട്ടൻ എന്താ പറയുക കിലോ? അവിടെ നോക്കിയാൽ അതിൻ്റെ ടാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ പിടിച്ചേക്ക് നടത്തി അത് മറ്റേതിലായിരുന്നു. ഓക്കെ, നല്ല ഫ്രഷ് മട്ടൻ, നാടൻ മട്ടന്. ഇത് ഒരു മീൻ കാണിച്ചില്ലായിരുന്നു, കോര. ഏതായിരുന്നു അത്? ഇത് കോര. അതിൻ്റെ ബാക്കി ഭാഗം കണ്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന്, വെള്ളം നിറച്ച് മാത്രം പോരാ, വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഈ ഫ്രീസറിൽ എടുത്ത് വെക്കണം. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കാം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇത് പറക്കി ഇവിടെ വെക്കുക എന്നുള്ളത്. കുഴപ്പമില്ല, ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങളിതെല്ലാം വാങ്ങിച്ചത്. 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ്. ഇതിന് വേറെ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് തന്നെ അതിനി എന്തൊക്കെയാണോ ദൈവം ഇത് നിറച്ച് സാധനങ്ങൾ ഇടിച്ചമ്മക്കി വാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, സാധാരണ രീതിയിൽ നമുക്ക് സാധാരണ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ താഴെ ആ ഒരു ഭാഗം മാത്രമായിരിക്കും നമുക്ക് ഫ്രീസറുള്ള ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, രണ്ടാമത്തെ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഈ പറഞ്ഞ പോലെ താഴത്തെ ഭാഗം മാത്രമാണ് ഫ്രീസർ. എന്നാൽ നമുക്ക് കൂടുതൽ മീറ്റ് എന്താ പറയുക നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഫംഗ്ഷൻ മാറ്റിയിട്ട് ഈ ഒരു ഡോറ് ഉള്ള ഏരിയ, ഈ ഒരു ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് സാധനങ്ങൾ ഈ പറഞ്ഞ മീനോ ഇറച്ചിയോ കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഫ്രീസറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു 1, 2, 3 തട്ടിൽ ഏകദേശം 8.25 നന്നായിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് ഇനിയും കുറേ ബാക്കിയിരിക്കുന്നു. അത് നമ്മൾ എവിടെയെങ്കിലും ഫില്ല് ചെയ്യണം. ഇത് മട്ടനല്ലേ? താഴെ എടുത്ത് വയ്ക്കാം. ഓക്കെ, അത് വെക്കാൻ സ്ഥലമുണ്ട് ഇവിടെ വെക്കാനല്ലേ? ഓക്കെ, അത് നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഓൾറെഡി 1 മാസത്തേക്ക്, 1 മാസമല്ല അതിൽ കൂടുതലുള്ള മീറ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും മറക്കരുത്. ആൾക്കാർക്കൊക്കെ ഒരുപക്ഷേ നമുക്ക് നാട്ടിലേക്ക് മീൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ സമീപിക്കാം. നല്ല വൃത്തിയായ രീതിയിൽ നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് തരും. നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. ഒന്നും പേടിക്കേണ്ട. നല്ല വിഷമില്ലാത്ത നല്ല മീനുകൾ ഒക്കെ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.